കേസെടുത്തിട്ടുള്ള ഷവർമ്മയ്ക്കെതിരെ അദ്ദേഹം നടത്തിയ പ്രസ്താവനയടക്കം വലിയ തോതിൽ സമൂഹത്തിൽ ചർച്ചകൾക്കും ഇട നൽകുന്നുണ്ട്. ഷവർമ്മയ്ക്ക് വരെ ഒരു ഡെഫിനിഷൻ കൊടുത്ത മഹാപണ്ഡിതനാ. 10 തലയാ അവന്, രാവണൻ, തനി രാവണൻ. പക്ഷെ ആ രാവണൻ ദേ ഇപ്പോൾ വാലും ചൂരിട്ട് പെരയ്ക്കാത്തിരിക്കുകയാണ് പേടിച്ചിട്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വല്ല കാര്യം ഉണ്ടായിരുന്നോ മധു നിനക്ക്? എൻ്റെ പൊന്നു മധുവണ്ണ, ആ കൊച്ചുമക്കളോടൊക്കെ അടിച്ചു പൊളിച്ചങ്ങ് ഇരുന്നാൽ പോരായിരുന്നു. പിന്നെ വേറൊരു കാര്യം, കേസ് എടുത്തു എന്നുള്ളത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ആ കേസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പക്ഷേ അത് വേണ്ടെന്ന് പറഞ്ഞേക്കാം. പക്ഷേ അത് വേടനോടുള്ള ചോദ്യമല്ല, നമ്മുടെ സമൂഹത്തിനോടുള്ള ചോദ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനെതിരെയാണ് അവൻ സംസാരിച്ചത്. നമ്മുടെ സമൂഹത്തിലുള്ള പലതരത്തിലുള്ള ആളുകളുണ്ട്, അവരുടെ ജാതിയാണ് അവൻ ചോദ്യം ചെയ്തത്. ആ ജാതി വർണ്ണ വിവേചനങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പാർട്ടിക്കാർ തന്നെയാണ് RSS എന്നുള്ളത്. RSSന്റെ മുഖ്യ പത്രാധിപം എന്ന് പറയുമ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും വ്യക്തമാവുകയാണ്, ഒരു കാരണവശാലും ഒരു കാലത്തും കേരളത്തിലെ യുവമാർക്ക് ഒരു സ്ഥാനം കൊടുക്കരുത് എന്നുള്ള ഒരു കാര്യം കൂടി ഞാനിവിടെ പറയണം. കാരണം നമുക്ക് ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ അറിയാം. സുരേഷ് ഗോപി പറയുന്നത്, ഞാൻ ഉന്നത കുലജാതനാണ്, ഞാൻ ഭരിച്ചാലേ ഇവിടെയുള്ള എല്ലാവർക്കും ഉന്നതി ഉണ്ടാവൂ, എന്നെ ആക്കൂ മോദിജി, ഞാൻ പലപ്പോഴും പറയും.